പ്രകൃതി ദുരന്തത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ 3 സഹപാഠികളുടെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ 11 വർഷമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സർക്കാർ വിദ്യാലയം. കോഴിക്കോട്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളാണ് ഉദാത്തമായ മാതൃക മുടങ്ങാതെ പിന്തുടരുന്നത്. 2020 പ്രളയത്തിലാണ് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന ഷറഫുദ്ദീൻ, സച്ചിൻ ബിജു, മുഹമ്മദ് റഫ്സൽ എന്നിവരുടെ ജീവൻ നഷ്ടമാകുന്നത്. അകാലത്തിൽ പൊലിഞ്ഞ സഹപാഠികളുടെ ഓർമ്മയ്ക്കായി സ്കൂൾ PTA കമ്മിറ്റിയും അധ്യാപകരും ചേർന്ന് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മുക്കം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ UP സ്കൂൾ വിദ്യാർത്ഥികളാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജസീർ കാരണത്ത് 11ാം സീസണിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു. മുടങ്ങാതെ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ വളരെ ചാൻസ് കുറവാകും. സ്പോർട്സിന്റെ ഒരു കളി കഴിഞ്ഞാൽ പിന്നെ ടൂർണമെന്റ്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. ഏതായാലും ഇത് വളരെ നല്ലതാണ്. നല്ല ടാലന്റേഴ്സിന് കടന്നു വരാനുള്ള ചാൻസാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ഫുട്ബോൾ ടൂർണമെന്റിൽ SKUPS കൊടിയത്തൂർ വിജയികളായി. 14 ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഗവൺമെന്റ് UP സ്കൂൾ മണാശ്ശേരിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് കൊടിയത്തൂർ സ്കൂൾ പരാജയപ്പെടുത്തിയത്. വിജയികൾക്ക് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, സ്കൂൾ SMC ചെയർമാൻ സോജൻ മാത്യു എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.